കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് അതിവേഗം ഉയരുന്നു. വൃഷ്ടിപ്രദേശമായ പെരിയാർ വനമേഖലയിലും തേക്കടിയിലും മഴ തുടരുന്നതിനാൽ അണക്കെട്ടിലെ ജലനിരപ്പ് 137 അടിയോളം എത്തി. തമിഴ്നാട്ടിലെ അണക്കെട്ടുകളും നിറഞ്ഞ സാഹചര്യത്തിൽ ജലം കൊണ്ടുപോകാത്തതിനാൽ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് അതിവേഗം 142 അടിയിലേക്ക് ഉയർന്നേക്കും. വൃഷ്ടിപ്രദേശങ്ങളിൽ ദിവസങ്ങളായി തുടരുന്ന കനത്ത മഴ നിമിത്തം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് അതിവേഗം ഉയരുകയാണ്. സെക്കൻഡിൽ 2213 അടിയാണ് അണക്കെട്ടിലേക്കുള്ള ഇപ്പോഴത്തെ നീരൊഴുക്ക്. തമിഴ്നാട്ടിലേക്ക് കൂടുതൽ ജലം തുറന്നുവിട്ട് ജലനിരപ്പ് താഴ്ത്തണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും തേനി ജില്ലയിലെ അണക്കെട്ടുകളിൽ ജലം നിറഞ്ഞതിനാൽ ഇത് സാധ്യമാകില്ലെന്നാണ് തമിഴ്നാടിന്റെ വാദം. മുല്ലപ്പെരിയാർ ജലം സംഭരിക്കുന്ന തേനി ജില്ലയിലെ വൈഗ അണക്കെട്ടിന്റെ ജലനിരപ്പ് 64 അടിയിലെത്തിയിട്ടുണ്ട്. 72 അടിയാണ് അണക്കെട്ടിന്റെ സംഭരണശേഷി. തേനിയിൽ ശക്തമായ മഴ തുടരുന്നതിനാൽ സെക്കൻഡിൽ 2854 ഘനയടി ജലമാണ് വൈഗയിലേക്ക് ഒഴുകിയെത്തുന്നത്. പെരിയകുളത്തിന് സമീപമുള്ള ചോത്തുപാറ അണക്കെട്ടും നിറഞ്ഞുകഴിഞ്ഞു. 126.28 അടി ശേഷിയുള്ള ഇവിടത്തെ ജലനിരപ്പ് 126 അടിയായി. 65 അടി ശേഷിയുള്ള തേനിയിലെ മഞ്ഞളാർ ഡാമിലും ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഇക്കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ജലം കൊണ്ടുപോകാനാകില്ലെന്ന് തമിഴ്നാട് നിലപാടെടുക്കുന്നത്. മഴ ഇതുപോലെ തുടർന്നാൽ അതിവേഗം മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയിലേക്ക് എത്തും. അതേസമയം കഴിഞ്ഞ ജൂണിൽ ഡാം സന്ദർശിച്ച ഉന്നതാധികാര സമിതി പിന്നീട് മുല്ലപ്പെരിയാറിലെത്തിയിട്ടില്ല. ഓഗസ്റ്റിൽ സന്ദർശനം നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും പാഴ്വാക്കായി. ഈ മാസം 30-ന് സമിതി അണക്കെട്ട് സന്ദർശിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനു മുമ്പ് തന്നെ ജലനിരപ്പ് 142ലേക്ക് എത്തിയേക്കുമെന്നാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. യദു നാരായണൻ, റിപ്പോർട്ടർ, ഇടുക്കി.